കേരളം ചാനലിൽ സെപ്റ്റംബർ 30 തിങ്കളാഴ്ച മുതൽ രാത്രി 9 മണിക്ക് സംപ്രേഷണം തുടങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയൊരു പരമ്പരയാണ് സ്നേഹപൂർവ്വം ശ്യാമ. പ്രേക്ഷക ലക്ഷ്യം നെഞ്ചിലേറ്റിയ ശ്യാമാംബരത്തിൻ്റെ രണ്ടാം ഭാഗമാണ് സ്നേഹപൂർവ്വം ശ്യാമ. ശ്യാമാംബരത്തിൽ നമ്മൾ ശ്യാമയുടെയും മകിലിൻ്റെയും ജീവിതകഥ കണ്ടു. ഇപ്പോഴാ ശ്യാമാംബരം അവസാനിക്കാറായിരിക്കുന്നു. അവസാന ഭാഗത്തിൽ ശ്യാമ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. എന്നാൽ ഐശ്വര്യയുടെയും മറ്റും പ്രതികാരത്തിൻ്റെ ഇടയിൽ ശ്യാമക്ക് തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ നഷ്ടമാകുന്നുണ്ട്. ശ്യാമക്ക് കുഞ്ഞിനെ മാത്രമല്ല തൻ്റെ അഖിൽ സാറിനെയും നഷ്ടമാകുവാണ്. ശ്യാമ കുഞ്ഞിനെ പ്രസവിച്ച അതേ ദിവസം തന്നെ അഖിലിനെ ഐശ്വര്യയച്ച ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മാത്രമല്ല പ്രസവിച്ച കുഞ്ഞിനെയും അന്നേ ദിവസം തന്നെ ശ്യാമക്ക് നഷ്ടമാകുവാണ്. ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട സങ്കടത്തിൽ നീറി ജീവിക്കുകയാണ് ശ്യാമ. ഇതേ സമയം ശ്യാമയുടെ കുഞ്ഞാകട്ടെ ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയായ ദേവനാരായണൻ്റെ കയ്യിലെത്തുവാണ്. ഈ ദേവനാരായണന് കുട്ടികളൊന്നും ആയിട്ടില്ല, വിവാഹം കഴിഞ്ഞ് കുറേ നാളായിട്ടും. അങ്ങനെ ഇരിക്കുകയാണ് അമ്പലത്തിന് നടയിൽ വെച്ച് ശ്യാമയുടെ ആ കുഞ്ഞിനെ കിട്ടുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ തൻ്റെ മൂത്ത മകളായിട്ട് ദേവനാരായണൻ എടുത്തു വളർത്തുന്നുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിനെ കാണുമ്പോൾ ദേവനാരായണനും ഭാര്യയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ ശ്യാമയുടെ ആ കുഞ്ഞിനെ രാധിക എന്ന പേര് നൽകി അവരവരുടെ മൂത്ത മോളായിട്ട് വളർത്തുവാണ്. അതിനുശേഷം അവർക്ക് മറ്റൊരു പെൺകുട്ടിയും കൂടി ജനിക്കുന്നുണ്ട്. അവളുടെ പേരാണ് പ്രിയങ്ക. ദേവനാരായണൻ്റെ അമ്മക്ക് ദേവനാരായണൻ്റെ ചോരയിലെ തന്നെ കുഞ്ഞായ പ്രിയങ്കയോടാണ് ഇഷ്ടം. രാധികയെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാം. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. രാധിക വളർന്ന് വലിയൊരു പെൺകുട്ടിയായി. 23 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സ്നേഹപൂർവ്വ ശ്യാമയുടെ കഥ നടക്കുന്നത്. രാധികക്ക് അങ്ങനെ 23 വയസ്സായി. ഇതേ സമയം ശ്യാമയാണെങ്കിൽ ഒരു പ്രശസ്ത ഗായികയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ പ്രശസ്തി കിട്ടിയിട്ടും തൻ്റെ സ്വന്തം മകളെ നഷ്ടപ്പെട്ട വേദനയിൽ എന്നെങ്കിലും അവളെ കണ്ടുവിട്ടാൻ സാധിക്കണമെന്ന് കണ്ണനോട് പ്രാർത്ഥിച്ച് നീറി ജീവിക്കുകയാണ് ശ്യാമ. ഇതേസമയം ശ്യാമയുടെ പതനം കാണാനായിട്ട് ഐശ്വര്യയൊക്കെ ഇപ്പോൾ അവിടെ തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കെ രാധികയുടെ ജീവിതത്തിലേക്ക് രാധികയുടെ നായകനെത്തുവാണ് വരുൺ. വരുണിൻ്റേത് വലിയൊരു ബിസിനസ് ഫാമിലിയാണ്. വരുണിനാണെങ്കിൽ ഈ ഫോട്ടോഗ്രാഫിയോടൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് ഫോട്ടോഗ്രാഫിയും അതിൻ്റെ എക്സിബിഷനും ഒക്കെ ആയിട്ട് നടക്കുവാണ് വരുൺ. അങ്ങനെ ഒരു ഫോട്ടോ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് വരുൺ രാധികയുടെ നാട്ടിലെത്തുവാണ്. അവിടെ വെച്ചാണ് വരുൺ ആദ്യമായിട്ട് രാധികയെ കണ്ടുമുട്ടുന്നതും കണ്ട നിമിഷം തന്നെ ഇവളാണ് എൻ്റെ പെണ്ണെന്ന് വരുൺ മനസ്സിലുറപ്പിക്കുന്നതും. അങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ച് രാധികയെ കാണുന്നുണ്ട്. അവിടെ ഓരോ സ്ഥലത്തും വെച്ച് വരുണിൻ്റെ ക്യാമറയിൽ രാധികയുടെ ചിത്രം പകർത്തുവാണ്. അങ്ങനെ വരുൺ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഫോട്ടോ എക്സിബിഷൻ്റെ ഡേ എത്തുവാണ്. ആ ദിവസത്തിൽ രാധികയുടെ ഫോട്ടോ ആ ഗാലറി മുഴുവൻ പ്രദർശിപ്പിച്ച് രാധിക വരുന്നതും അവിടെ കാത്തിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ ഫോട്ടോ എക്സിബിഷൻ്റെ വാർത്ത അറിഞ്ഞ് രാധികയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ ഫോട്ടോകൾ അവിടെ കാണുമ്പോൾ രാധിക ഒത്തിരി സന്തോഷത്തോടെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയം അങ്ങോട്ടേക്ക് പോകുന്ന രാധികയെ കാണുമ്പോൾ വരുണും രാധികയൊന്ന് കാണാനും സംസാരിക്കാനുമായിട്ട് പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ട്. വരുൺ അവിടെ എത്തുമ്പോഴേക്കും രാധികയാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രിയങ്കയുടെ ഷോൾഡറിലാണ് പിടിക്കുന്നത്. രണ്ടാളും സെയിം ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കുന്നത്. അന്നേരം പ്രിയങ്കയാണെങ്കിൽ രാധികയുടെ ആ ഫോട്ടോയൊക്കെ കണ്ട് അവിടെ നിന്ന് ദേഷ്യത്തിൽ വരുണിനെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സ്നേഹപൂർവ്വം ശ്യാമയുടെ ഒരു ഓപ്പണിംഗ് പ്രമോയാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. വരുൺ, രാധിക, പ്രിയങ്ക ഇവർ തമ്മിലുള്ള ത്രികോണ പ്രണയ കഥയാണ് ഇതിൻ്റെ പ്രമേയം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ പുതിയ സീരിയലിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനും എല്ലാ ദിവസത്തെയും എപ്പിസോഡ് റിവ്യൂവിനും പ്രമോ റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.